അതിനകത്ത് ഇഷ്ടം പോലെ എഫക്ട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ആനിമേഷൻസ് വി പി എൻ പോലും യൂസ് ചെയ്യാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഈ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ, ഇതൊന്നും വി പി എന്നും പോലും ഇല്ലാതെ ക്യാപ്കട്ടിൻ്റെ കൂട്ട് സിമ്പിളായ വളരെ സിമ്പിളായ യു ആണ് ഇതിനകത്ത് ഉള്ളത്. ഹായ് ഗേസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പ്. ഈ ആപ്പിൻ്റെ പേരാണ് ഷോർട്ട് കട്ട്. ക്യാപ്കട്ടിന് പകരം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അത്രയും വരത്തേക്കും തന്നെ നമുക്ക് വി പി എൻ ഇല്ലാതെയും നമുക്കറിയാം വി പി എൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വരും. ചില സമയത്ത് കണക്റ്റ് ആവത്തില്ല, പിന്നെ അതിനകത്തൊരു ലാഗ് വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഇപ്പം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാൻ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇതിനകത്തുണ്ട് ഇൻബിൽട്ടായിട്ട്. ഇപ്പം ഞാൻ ഇത് തന്നെ എടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ചുമ്മാ. സെയിം പോലെ തന്നെ അതിനകത്ത് പ്ലസ് ഐക്കണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാപ്കട്ടിൽ കാണുന്ന സെയിം ടൈപ്പ് ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഏതാണ്ട് ഇതുപോലൊക്കെ വീഡിയോസൊക്കെ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും, ആഡ് ചെയ്തിടാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഒരു പ്ലസ് ഐക്കണുണ്ട്, അത് വെച്ച് നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓഡിയോ ആഡ് ചെയ്യാനാണെങ്കിൽ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിക്കവരും ചെയ്യുന്ന ഓരോ വീഡിയോസിനകത്ത് ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്തായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഓരോന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, വോയിസ് ഓവർ ചെയ്യാൻ പറ്റും, മ്യൂസിക്കിനൊക്കെ, പിന്നെ അല്ലാതെ ഓഡിയോ എഫക്ട്സ് എല്ലാം അതുപോലെ തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ അല്ലാതെ സാധാ എഫക്ട്സ് കാര്യങ്ങൾ വീഡിയോയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എഫക്ട്സ് നമ്മുടെ ക്യാപ്കട്ടിൽ കാണുന്ന പോലെയൊക്കെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളത് തന്നെ ലൂപ്പായിട്ടുള്ളതും അങ്ങനത്തെ ഉള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ മെയിൻ ടെക്സ്റ്റിന് കൊടുക്കുന്ന ആനിമേഷൻസ് ആണ്. നമുക്ക് ടെക്സ്റ്റിന് ഇതേപോലെ തന്നെ എല്ലാം ആദ്യം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓരോ ടെംപ്ലേറ്റ് പോലെ കൊടുക്കാനും പറ്റും. അതിന് തന്നെ ആനിമേഷൻസ് കാര്യങ്ങൾ ലൂപ്പായിട്ടും എല്ലാം തന്നെയുണ്ട്. ഉണ്ട് അധികമൊന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ലൈറ്റായിട്ടൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സുഖമായിട്ട് പറ്റും. ഇപ്പം ക്യാപ്കട്ടിൻ്റെ ചില വേർഷനൊന്നും നമുക്ക് റൺ ആവത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു എന്താ പറയുക അത്യാവശ്യം ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നത് കാണുന്നവർക്ക്. അതുപോലെ തന്നെ ഇതിനകത്ത് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയൊക്കെ ഇതിനകത്തുണ്ട്. എക്സാമ്പിൾ ഇതാണ്. ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഓട്ടോ ക്യാപ്ഷൻ ഉണ്ട്, മറ്റ് അല്ലാത്ത കാര്യങ്ങളും ഉള്ളതാണ്. ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ അതും ക്യാപ്കട്ടി ഉള്ള പോലെ തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഹോളിവുഡ് ഫിലിം, പോർട്രേറ്റ്, റെഡ് മോണോക്രോം ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇതൊക്കെ തന്നെയുള്ള. പിന്നെ ഫ്യൂജി ഫിലിം ക്യാമറയുടെ കാഴ്ചകൾ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങോട്ടൊക്കെ അധികം ഞാൻ വന്നിട്ട് പോലുമില്ല. എന്തായാലും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാധികം പിന്നെ വേറെ എല്ലാം മ്യൂസിക് നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്താൽ നമ്മളത് മിക്ക പേരും ഒരു 90% ആൾക്കാരും നമ്മളൊരു വീഡിയോന്ന് എല്ലാം റീൽസ് കാണുന്നതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തായിരിക്കും അതിനകത്ത് നിന്ന് എടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പം 1080, 2K, 4K കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ FPS ആണെങ്കിൽ 60 വരെ നമുക്ക് കിട്ടും. പക്ഷേ ബിട്രേറ്റ് ഇതിൽ കാണിക്കുന്നില്ല. ബിട്രേറ്റ് മറ്റേ ക്യാപ്കട്ടി ബിട്രേറ്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇതിലങ്ങനെ ബിട്രേറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നൊന്നുമില്ല, ഞാൻ കണ്ടതില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഒരു ക്ലിപ്പ് എടുക്കാൻ അതിൻ്റെ ആനിമേഷൻ ട്രിം ചെയ്യുക, അതിൻ്റെ എഫക്ട്സ് എൻഹാൻസ് പിന്നെ മാസ്കിങ് നമുക്ക് പറ്റി ചെയ്യാൻ പറ്റും. ക്രോമക്കി ഇതെല്ലാം ഇതിനകത്ത് നമ്മുടെ ക്യാപ്കട്ടി കാണുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഓവർലേ കൊടുക്കുന്നതും പിന്നെ വീഡിയോ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കണ്ടില്ലേ. സ്മൂത്തായിട്ട് തന്നെയാണ്. പിന്നെ വേറെ എല്ലാ ഫീച്ചേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് ഏറ്റവും ലാസ്റ്റ് ആണോ നടക്കുന്നത് വേറെ. പക്ഷേ എല്ലാം സിമ്പിളായിട്ട് യു തന്നെയാണ് ഇതിനകത്തുള്ളത്. ഹൈലൈറ്റ്സ്, സാച്ചുറേഷൻസ്, ഹ്യൂ, ഫിൽറ്റേഴ്സ് അങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ആപ്പ് തന്നെയാണിത്. മറ്റേതുപോലെ ഇപ്പം ക്യാപ്കട്ട് നമുക്കറിയാം കുറച്ച് എന്താ പറയുക ചില വേർഷൻസ് ഭയങ്കര ലാഗായിരിക്കും, അതൊക്കെ കിട്ടാനും പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വി പി എൻ്റെ പ്രശ്നങ്ങൾ ഇത് തന്നെ. പിന്നെ അധികം എന്താ പറയുന്നത് നെറ്റ് പഠിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് മറ്റേ ക്യാപ്കട്ട് അങ്ങനെ വി പി എടുക്കുമ്പോഴേക്കും എൻ്റെ നെറ്റ് നല്ലപോലെ പോകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇതെന്തായാലും അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓരോ ലെയർ അത്യാവശ്യം എന്താ പറയുക സിമ്പിളായിട്ടൊരു യു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. മറ്റേത് വെച്ച് നോക്കാം, മറ്റേത് കുറച്ച് ഇതാണ്, എന്നാലും അത് വെച്ച് നോക്കുമ്പോൾ അത്ര എഫക്ട്സ് കാര്യങ്ങൾ അത് ഇല്ലാതെ എനിക്ക് തോന്നി കേട്ടോ. ക്യാപ്കട്ടി ഒരുപാട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ അതിന് മാത്രം എഫക്ട്സ് ഒന്നും ഇല്ല, ജസ്റ്റ് പക്ഷേ എന്താ പറയുക ഒരു പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇതിൽ കയറുക, സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റിയ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി.